നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവന്റെ അമ്മയുടെ അതേ സ്വഭാവ. സ്വന്തം കാര്യം നേടാൻ എന്ത് നെറുകേട് കാണിക്കും. അരവിന്ദും നിന്റെ സ്വന്തം മോനല്ലേ, അവനെ പറ്റി ഇങ്ങനൊക്കെ പറയാവോ? ഗോവിന്ദ, സ്വർണ്ണ സൂചിയാണെങ്കിലും കണ്ണിൽ കുത്തിയാ മുറിയില്ലേ? നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. അരവിന്ദന് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ചെറുപ്പം മുതൽ അവൻ അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ. ഹേമ അവനെ കൊഞ്ചിച്ചു വളർത്തിന്റെ കുറവ് അവന്റെ സ്വഭാവത്തിലും ഉണ്ടാവും. അരവിന്ദ് വളർന്നത് നിന്റെ കൂടെ ആയിരുന്നെങ്കിൽ അവൻ ആകാശവാനെ പോലെ കാര്യഗൗരവമുള്ളവനാവുമായിരുന്നു. എന്ത് ചെയ്യാനാ ഗോവിന്ദ? വിതച്ചതൊന്ന് കൊയ്തത് മറ്റൊന്ന് എന്ന പോലെ. ബല, അരവിന്ദൻ അങ്ങനത്തുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗോവിന്ദ, ഞാൻ പറഞ്ഞത് അരവിന്ദനെ പറ്റിയല്ല, ആകാശിനെ പറ്റിയാ. അതെ ഗോവിന്ദ, അരവിന്ദ് വളർന്നത് അവന്റെ അമ്മയുടെ കൂടെയാ. എന്നാ ആകാശിനെ വളർത്തിയത് ഞാനല്ലേ? അവനിപ്പോ അരവിന്ദനെ പോലെ പെരുമാറുന്നത് എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആകാശം മോൻ അങ്ങനൊന്നും ആയിട്ടില്ല ബാല. ഞാൻ പറഞ്ഞ എന്താ ബാല മനസ്സിലാക്കാത്ത? ഞാൻ പറയുന്നത് നിനക്കാ മനസ്സിലാവാത്ത ഗോവിന്ദ. എന്റെ ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും കള്ളം പറയരുത്, സത്യസന്ധമായി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എന്നാ ഞാനിതൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല ആകാശിനെ വളർത്തിയത്. അവൻ എന്നെ കണ്ട് എന്നെ പോലെ വളർന്നവനാ. എന്നാ ഇപ്പൊ അവനും കള്ളം പറഞ്ഞു തുടങ്ങി ഗോവിന്ദ. നീ ശ്രദ്ധിച്ചോ? എനിക്ക് നേരെ ഒന്നും സംസാരിക്കുന്നില്ല അവൻ. അവൻ എറണാകുളത്ത് പോയ കാര്യം എന്നോട് പറയണ്ട. ചാരുമോളോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു അവന്. അവന്റെ ഭാര്യയല്ലേ ചാരുമോള്. ഓഫീസിൽ പോവാന്ന് നുണ പറഞ്ഞല്ലേ അവൻ എറണാകുളത്ത് പോയത്. അവൻ പറയുന്ന നുണകളൊക്കെ ചാരുമോൾക്ക് എത്ര വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓഫീസിൽ അവന്റെ ചീഫിനോട് പോലും അവൻ നുണ പറഞ്ഞിരിക്കുന്നു. ഇത്രയും നുണ പറയാൻ